ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 4-ലെ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ഇൻട്രഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു. ഇന്നത്തെ ലെക്ചറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് മെമ്മറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്റ്റാറ്റിക് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ മെമ്മറി യൂണിറ്റ്സ് ആണ്. അതിനകത്ത് സർക്യൂട്ട്സിന് പവർ സപ്ലൈ ചെയ്യുന്ന അത്രയും ഡ്യൂറേഷനിൽ അതിൻ്റെ സ്റ്റേറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനത്തുള്ള മെമ്മറി യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് റാംസെല്ലിൻ്റെ ഡയഗ്രമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, രണ്ട് ഇൻവെർട്ടേഴ്സ് ക്രോസ് കണക്ട് ചെയ്തിട്ട് ഒരു ലാച്ച് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലാച്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ബിറ്റ് ലൈൻസ് ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ലൈൻ ബിയും റൈറ്റ് മോസ്റ്റ് ബിറ്റ് ലൈൻ ബി ഡാഷും. ഈ രണ്ട് ബിറ്റ് ലൈൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് വഴി T1 ആൻഡ് T2. ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത അത് സ്വിച്ചസ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. അതായത് അതിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ് അതിൻ്റെ ബോട്ടം പൊസിഷനിൽ ഒരു വേർഡ് ലൈനുമായിട്ട്, ഒരു ഹൊറിസോണ്ടൽ വേർഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചസ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഈ വേർഡ് ലൈനിൻ്റെ കൺട്രോളിലായിരിക്കും. വേർഡ് ലൈൻ ഗ്രൗണ്ട് ലെവലിലാവുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ടേൺ ഓഫ് ചെയ്യും, അതായത് സ്വിച്ച് ഓഫാക്കും. ആ ടൈമിൽ ലാച്ച് അതിൻ്റെ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് പറയാൻ, ആ സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആണെങ്കിൽ, അതായത് ആ ലാച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ X എന്ന് പറയുന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ Y എന്ന് പറയുന്നൊരു പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വാല്യൂ 1 എന്ന് പറഞ്ഞാൽ Xൻ്റെ വാല്യൂ 1 ആണ്. അതേ ടൈം തന്നെ Yൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷനെയാണ് സ്റ്റേറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ X വാല്യൂ 0, Y വാല്യൂ 1. അത് കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും X ആൻഡ് Y. അപ്പോൾ സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആണെങ്കിൽ X എന്ന് പറയുന്ന പോയിൻറ്റിലെ ലോജിക് വാല്യൂ 1 ആയിരിക്കും, Yൻ്റെത് 0 ആയിരിക്കും. ഈ ഒരു വാല്യൂ വേർഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഗ്രൗണ്ട് ലെവലിൽ എത്ര നേരം കണ്ടിന്യൂ ചെയ്യുന്നോ അത്രയും ടൈം തന്നെ ഈ സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ആ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെ ഒരു റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും ചെയ്യുന്നു എന്ന് പറയാം. ഒരു സ്റ്റാറ്റിക് റാമിനെ നമുക്ക് SRAM എന്ന് പറയാം. ഒരു SRAM സെല്ലിനകത്ത് റീഡ് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേർഡ് ലൈനെ ആക്ടിവേറ്റ് ചെയ്യണം. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്വിച്ചസ്, ട്രാൻസിസ്റ്റർ സ്വിച്ചസ് T1ഉം T2ഉം ക്ലോസ് ആവും. സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആണെങ്കിൽ ബിറ്റ് ലൈൻ ബിയിലെ സിഗ്നൽ ഹൈയും ബി ഡാഷിലെ സിഗ്നൽ ലോയും ആയിരിക്കും. കാരണം ബി ആണ് X എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിറ്റ് ലൈൻ. ബി ഡാഷ് വൈയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൽ വാല്യൂ 1 ആണെങ്കിൽ X വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബിറ്റ് ലൈനിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ആ സെയിം ടൈം തന്നെ Yൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബിറ്റ് ലൈൻ ബി ഡാഷിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബിയും ബി ഡാഷും കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. ഇനി ഈ ബിറ്റ് ലൈൻസിൻ്റെ എൻഡിലായിട്ട് സെൻസ് ഓർ റൈറ്റ് സർക്യൂട്ട് ഉണ്ട്.
സെൻസോർ റൈറ്റ് സർക്യൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചിപ്പിൻ്റെ ഓർഗനൈസേഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഓരോ ബിറ്റ് ലൈനും എൻഡിലായിട്ട് സെൻസോർ റൈറ്റ് സർക്യൂട്ട് ഉണ്ട്. അതിലേക്ക് ആ ഒരു പർട്ടിക്കുലർ സെല്ലിലേക്ക് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുവാണ്. അതേപോലെ തന്നെ ഈ ഒരു കേസിലും ഈ രണ്ട് ബിറ്റ് ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സെൻസോർ റൈറ്റ് സർക്യൂട്ടുണ്ട്. ഈ സർക്യൂട്ട് ബിനെയും ബി ഡാഷിനെയും മോണിറ്റർ ചെയ്യുന്നത് അതിലെന്താണോ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതായത് ബിയും ബി ഡാഷും കോംപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ ബിയിൽ എന്താണുള്ളത്, ബീൻ്റെ വാല്യൂ ആണ് ആക്ച്വലി സെല്ലിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ബി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ബി 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇതാണ് റീഡ് ഓപ്പറേഷൻ. ഇങ്ങനെയാണ് ശരിക്കും സെല്ലിൻ്റെ സ്റ്റേറ്റ് റീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന്. ഈ SRAM സെല്ലിൻ്റെ ഒരു സ്റ്റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് 0 വാല്യൂ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിനെ ബിറ്റ് ലൈൻ ബിയിലേക്കും അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1നെ ബി ഡാഷിലേക്കും പ്ലേസ് ചെയ്തിട്ട് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഒരു ആക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഏത് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ നമ്മൾ ബിയിൽ പ്ലേസ് ചെയ്തത് ആ വാല്യൂ ഈ സെല്ലിന് അസൈൻ ആവും. ബിറ്റ് ലൈനിലേക്കുള്ള റിക്വയർഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സെൻസോർ റൈറ്റ് സർക്യൂട്ടാണ്. ഇതാണ് SRAM സെല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. നെക്സ്റ്റ് സ്റ്റാറ്റിക് മെമ്മറീസ് യൂസിങ് CMOS. ഇതെന്ന് പറഞ്ഞാൽ CMOS യൂസ് ചെയ്തിട്ടുള്ള SRAMൻ്റെ റിയലൈസേഷനാണ്. നേരത്തെ കണ്ട ബേസിക് സ്ട്രക്ചറിൽ ഇൻവെർട്ടേഴ്സ് ഫോം ചെയ്യുന്നൊരു ലാച്ചസ് ഉണ്ട്. ഇവിടെ ഇൻവെർട്ടേഴ്സ് ഫോം ചെയ്യുന്ന ലാച്ചസിനെ റീപ്ലേസ് ചെയ്തിട്ട് 4 ട്രാൻസിസ്റ്റേഴ്സാണ് ഉള്ളത്. ഇവിടെ ട്രാൻസിസ്റ്റർ പെയേഴ്സ് ആയിട്ടുള്ള T3 T5 അതുപോലെ തന്നെ T4 T6 കൂടെയാണ് ഇൻവെർട്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ലാച്ചിനകത്തെ ഇൻവെർട്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ 2 പെയേഴ്സാണ്. ഇവിടെ അങ്ങനെ 6 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് SRAMനെ റിയലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിനായിട്ട് സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിൻറ്റിലെ വോൾട്ടേജ് ഹൈ ആയിരിക്കും. അങ്ങനെ ഹൈ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് T3 എന്ന് പറയുന്ന T3യും T6ഉം ഈ 2 ട്രാൻസിസ്റ്റേഴ്സിനെ ഓൺ ആക്കുകയും അതേസമയം തന്നെ T4 T5ഉം ഓഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഈ ഒരു സ്റ്റേറ്റിലാണ് എക്സ് എന്ന് പറയുന്ന ആ പോയിൻറ്റിലെ വാല്യൂ 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. T1ഉം T2ഉം ടേൺ ഓൺ ചെയ്യുന്ന ടൈമിൽ, അതായത് ഈ സർക്യൂട്ടിൽ ക്ലോസ് ആയിരിക്കുന്ന ടൈമിൽ ബിറ്റ് ലൈൻസ് ബിയിലൊരു ഹൈ സിഗ്നലും ബി ഡാഷിലൊരു ലോ സിഗ്നലുമാണ്. റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ബേസിക് SRAMനകത്ത് പറഞ്ഞ അതേപോലെ തന്നെയാണ് CMOSൻ്റെ കേസിലും ഉള്ളത്. ഇതിനകത്ത് ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇൻവെർട്ടേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളൊരു ഇൻവെർട്ടറാണ് ഫോം ചെയ്തിരിക്കുന്നത്, ലാച്ചാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓൾഡർ CMOS SRAMനകത്ത് സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ന്യൂ വേർഷൻസിൽ 3.3 വോൾട്ട് സപ്ലൈ ആണ്. പവർ ഇൻട്രപ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ സെല്ലിലെ കണ്ടൻസ് കംപ്ലീറ്റ് ആയിട്ടും ലോസ്റ്റ് ആവും. പവർ റീസ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഈ ലാച്ച് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് സെറ്റിലാവും. പക്ഷേ അത് പവർ പോകുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ പവർ ഇൻട്രപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള
ആ സ്റ്റേറ്റ് ആവണമെന്നില്ല. ബട്ട് അതൊരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് സെറ്റിലാവും. സ്റ്റാറ്റിക് റാമിനെ വോളറ്റൈൽ മെമ്മറി എന്നാണ് പറയുന്നത്. അതിന് കാരണം പവർ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കണ്ടൻസ് ലോസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഇതിനെ വോളറ്റൈൽ മെമ്മറീസ് എന്ന് പറയുന്നത്. CMOS SRAMൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതിന് റീസണുണ്ട്. വേർഡ് ലൈൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ T1 T2 ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫായിരിക്കും. അതേപോലെ തന്നെ ട്രാൻസിസ്റ്റർ പെയേഴ്സിൽ ഓരോന്നും ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഇത് വളരെ കുറച്ച് പവർ മാത്രം കൺസ്യൂം ചെയ്യുന്നത്. ഇനി ജനറലായിട്ട് SRAM എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഒരു ക്രിട്ടിക്കൽ കൺസേൺ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനിൽ SRAM വളരെ യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് DRAM ആണ്. DRAM മീൻസ് ഡൈനാമിക് റാം. SRAMൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റാണ്. അതിന് റീസൺ ഇതിൽ കുറേ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആവും. ഇനി ലെസ് എക്സ്പെൻസീവായിട്ട് റാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിംപ്ലർ സെൽസും ഉണ്ട്. ബട്ട് അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റിനെ ഇൻഡെഫിനിറ്റായിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തുള്ള റാമിനെ പറയുന്ന പേരാണ് ഡൈനാമിക് റാം അല്ലെങ്കിൽ DRAM. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് കുറവാണ്. DRAMനകത്ത് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ചാർജിൻ്റെ രൂപത്തിലാണ് ഇതിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്ററിലുള്ള ഈ ചാർജ് 10s of milliseconds മാത്രമേ അതിൽ ഹോൾഡ് ചെയ്യാൻ ഒക്കൂ. അതിനുശേഷം ഇതിങ്ങനെ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് റീസ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഫുൾ ചാർജിലേക്ക് അതിനെ ഒരു പീരിയോഡിക്കായിട്ട് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ സ്ട്രക്ചറിലുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു കപ്പാസിറ്റർ C ആണ്, രണ്ട് ഒരു ട്രാൻസിസ്റ്റർ T. ഇനി ഈ കപ്പാസിറ്ററിലേക്ക് അല്ലെങ്കിൽ ഈ സെല്ലിലേക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രാൻസിസ്റ്റർ Tനെ ടേൺ ഓൺ ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബിറ്റ് ലൈനിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോൾട്ടേജിനെ അപ്ലൈ ചെയ്യണം. ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കപ്പാസിറ്ററിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ചാർജാണ് അതിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ആ ടൈമിൽ ട്രാൻസിസ്റ്ററിനെ ടേൺ ഓൺ ചെയ്തിട്ടുണ്ടാവും. ചാർജ് അതിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ട്രാൻസിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യും. ആ ടൈം തൊട്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇനി കറക്റ്റായിട്ട് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ റീഡ് ചെയ്യണമെങ്കിൽ ഇത് ഡിസ്ചാർജ് ആയി തീരുന്നതിന് മുമ്പ് തന്നെ റീഡ് ചെയ്യണം. എന്നാലേ കറക്റ്റ് അതിൻ്റെ സ്റ്റേറ്റിനെ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റീഡ് ചെയ്യുന്ന ടൈമിൽ ആദ്യം ചെയ്യേണ്ടത് ട്രാൻസിസ്റ്ററിനെ ടേൺ ഓൺ ചെയ്യണം. എന്നിട്ട് ബിറ്റ് ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സെൻസ് ആംപ്ലിഫയർ ഉണ്ട്. ആ സെൻസ് ആംപ്ലിഫയർ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യും. അത് ഒരു ത്രെഷോൾഡ് വാല്യൂവിന് എബോവ് ആണോ എന്ന് നോക്കും. അങ്ങനെ ഒരു ത്രെഷോൾഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ കപ്പാസിറ്ററിലെ ചാർജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ലോജിക് 1നെയാണ്. എന്നാൽ കപ്പാസിറ്റർ ആയതുകൊണ്ട് അത് ഒരു ടൈമിനനുസരിച്ച് ഡിസ്ചാർജ് ആയി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് റീഡ് ചെയ്യുന്നതിനൊപ്പം ഇതിൻ്റെ വാല്യൂ ഒന്ന് റിഫ്രഷ് ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ കപ്പാസിറ്ററിനെ അതിൻ്റെ ഫുൾ ചാർജിലേക്ക് റീസ്റ്റോർ ചെയ്യുകയും കൂടെ ചെയ്യും റീഡ് ചെയ്യുന്നതിനൊപ്പം. അതൊരു
1 വാല്യൂവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ. ഇനി സെൻസ് ആംപ്ലിഫയർ ഇതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ത്രെഷോൾഡിനേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ കപ്പാസിറ്ററിലെ ചാർജ് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ലോജിക് സീറോനെയാണ്. അങ്ങനെയുള്ള കേസിൽ അത് റീഡ് ചെയ്തതിന് ശേഷം കപ്പാസിറ്ററിൽ ചാർജിൻ്റെ ആവശ്യമില്ല ലോജിക് സീറോനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അതുകൊണ്ട് അതിനെ ഗ്രൗണ്ട് ലെവലിലേക്ക് പുള്ള് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇനി തുടർന്നും അത് ലോജിക് സീറോനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവും. അങ്ങനെ റീഡ് ചെയ്യുന്ന ടൈമിൽ ആ സ്റ്റേറ്റ് സെല്ലിൻ്റെ സ്റ്റേറ്റ് റീഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ വാല്യൂസ് ഒന്ന് റിഫ്രഷ് ആവുന്നുണ്ട്. ഇതിങ്ങനെ പീരിയോഡിക്കായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇനി ഒരു റോയിലെ എല്ലാ സെൽസും ഒരേ ടൈം തന്നെ റീഡ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിലെ കണ്ടൻസ് റിഫ്രഷ് ആവുകയും ചെയ്യും. ഇതാണ് DRAM അല്ലെങ്കിൽ ഡൈനാമിക് റാം.